ഹലോ. ഇന്നാണെങ്കിൽ കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയായിരുന്നേ. എങ്കിൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കോഴിക്കോട് വന്നതിന് ശേഷം ആകെ 2-3 തവണ ഇത് കഴിച്ചിട്ടുള്ളേ. ഒന്ന് ബീച്ച് സൈഡിൽ നിന്നും പിന്നെ അച്ചാറായിട്ടും കഴിച്ചിട്ടുണ്ടേ. രണ്ടും എനിക്കിഷ്ടമായി. പിന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ തോടോടുകൂടി തൊടുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. കറക്റ്റ് ആ മയിലിൻ്റെ കളറില്ലേ ഇതിന്. അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കാട്ടോ ഇതെങ്ങനെ വൃത്തിയാക്കാമെന്ന്. അതിൻ്റെ മിഡിൽ പോർഷനിൽ കത്തീൻ്റെ എഡ്ജ് ഇങ്ങനെ കയറ്റി ഇറക്കണം കേട്ടോ. അന്നേരം അത് തുറന്നു വരും. എന്നിട്ട് നമുക്ക് ഈ ഫ്ലഷൊക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കാം കേട്ടോ. ഇത് വൃത്തിയാക്കുമ്പോൾ ഒരു നാര് പോലൊരു സാധനം എടുത്ത് കളയാനുണ്ടേ. ചെമ്മീനിലൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ. പിന്നെ ഞാനും ചെയ്യാൻ തുടങ്ങി. സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ കുറച്ച് മെനക്കേടുണ്ട് കേട്ടോ. ലാസ്റ്റ് ചെയ്തു വരുമ്പം ഇത്രേ കിട്ടുള്ളൂ. ഇനി ഇതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ വീതം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും ഒലിവ് ഓയിലും കൂടാണ് കേട്ടോ ഇതിന് ചേർക്കുന്നത്. പിന്നെ ഓൾറെഡി കല്ലുമ്മക്കായയിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ആ കല്ലുമ്മക്കായ അതിലോട്ട് തട്ടുക. പിന്നെ നല്ല പോലെ അതിങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. മസാല എല്ലാത്തിലും പിടിക്കുന്ന പോലെ തന്നെ. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വറുക്കാൻ എടുക്കുമല്ലോ, അതിന് തൊട്ട് മുന്നായിട്ട് 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ അതിനകത്തോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കേ. ഇതിലിപ്പോൾ നമുക്കിഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ ഏത് വേണേലും. ഇവിടെ ഇപ്പോൾ സൺഫ്ലവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം നമ്മൾ ഈ കല്ലുമ്മക്കായ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ദോശക്കല്ലോ അല്ലെങ്കിൽ പാനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണല്ലോ. എന്നിട്ട് ഓരോ 5 മിനിറ്റ് കഴിയുന്തോറും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് കുക്കായി മൊരിഞ്ഞു വരണം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ച് ഇടുക കേട്ടോ. എന്നിട്ട് ഒരു സവാളയും കൂടെ നുറുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കണേ. അതൊന്ന് നല്ല പോലെ വഴണ്ട് വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ടേ, ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് അത് നല്ല പോലെ വാടി വരുമ്പോഴത്തേക്കും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഒരു കുഴമ്പ് പോലെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കല്ലുമ്മക്കായും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ആ കല്ലുമ്മക്കായയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് മതി കേട്ടോ. നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ കല്ലുമ്മക്കായ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഷെഫിൻ്റെ അടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടേ. സൂപ്പർ, അടിപൊളി. അങ്ങനെ അമ്മയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ കല്ലുമ്മക്കായ റോസ്റ്റും വെള്ളരിക്കയിട്ട പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചേ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ ശരിയേ.